കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതൊക്കെ എല്ലാരും പഠിച്ചിട്ടുണ്ടോ? കോഗ്നോസി ഞാൻ പറഞ്ഞു എല്ലാ ദിവസവും നമുക്കൊരു ഫോളോ അപ്പ് വേണം, എന്നാൽ മാത്രമേ കോഗ്നോസി പഠിക്കാൻ പറ്റുള്ളൂ. അപ്പം സെൽഫായിട്ട് എല്ലാരും ഒരു എഫേർട്ട് എടുക്കുക കേട്ടോ. സോ ഇന്ന് ഞാനിപ്പോ നമ്മൾ ഏതൊക്കെ വരെ എടുത്തു? ബ്ലാക്ക് കട്ടേച്ചും ഫീൽ കട്ടേച്ചും ഒക്കെ നമ്മൾ എടുത്തു അല്ലെ. ഹയോസാമസ് ബെൽഡോണ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ അക്കോനൈറ്റ്, അശ്വഗന്ധ, എഫിഡ്ര, ഓപ്പിയം, കന്നാബിസ് ആൻഡ് അക്സ്ഫോമിക്ക ഇതുവരെ എടുത്തില്ല. റവോൾഫി വരെ എടുത്തു അല്ലെ. ഞാൻ ഇന്നലെ നിങ്ങൾക്ക് എപ്പിക്കാക്കും ബെൻസോയിനും എടുത്തിട്ടുണ്ടായിരുന്നില്ലേ? ആരെങ്കിലും ഒന്ന് പറയാവോ? നിങ്ങൾ ഇപ്പൊ എവിടെ വരെ ആയി എന്നുള്ളതൊന്ന് പറയാവോ? എനിബഡി, ക്യാൻ യു പ്ലീസ് റെസ്പോണ്ട്? കംപ്ലീറ്റ് ചെയ്തിരുന്നോ അതോ എവിടെ വരെയാണെന്നൊന്ന് പറയാമോ? ഓക്കെ, സോ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്ത് മുമ്പോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ ആസ്ട്രീജന്റ് എന്ന് പറയുന്ന ഏജന്റ് ആണ് നോക്കുന്നത്. ആസ്ട്രീജൻസിനകത്ത് വരുന്നതാണ് ബ്ലാക്ക് കട്ടേച്ചു ആൻഡ് പെയിൽ കട്ടേച്ചു. കണ്ടൻസ്ഡ് ടാനൻസ് ആണ്. കട്ട അല്ലെങ്കിൽ കച്ച് അല്ലെങ്കിൽ കതിർ എന്നാണ് അവരെ അറിയപ്പെടുന്നത്. സോ ദേ കൺസിസ്റ്റ് ഓഫ് ഡ്രൈഡ് ആക്വസ് എക്സ്ട്രാക്ട് പ്രിപ്പയർഡ് ഫ്രം ഹാർഡ് വുഡ്. ഓക്കെ, ഒരു മരത്തിന്റെ അതിന്റെ എന്താ പറയാ തടിയിൽ നിന്നിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? ആസ്ട്രീജന്റ് ആയിട്ടുള്ള ബ്ലാക്ക് കട്ടേച്ചു പ്രിപ്പയർ ചെയ്യുക. And it is the hardwood of Acacia catechu and Acacia chundra and belongs to the family Leguminosae. Okay, so ഏതാണ്? Leguminosae ആണ് family വരുന്നത്. It belongs to black catechu and pale catechu belongs to the family Leguminosae. Okay, so ഇതിന്റെ അകത്ത് ഇനി എന്തൊക്കെയാണുള്ളത്? It consists of Aca catechin which undergo oxidation in the presence of ഓക്സിജൻ അല്ലെ. ഓക്സിജന്റെ പ്രസൻസിൽ അക്കാക്കറ്റേച്ചിൻ കറ്റാച്ചു ടാനിക് ആസിഡ് ആകുന്നുണ്ട്. ദെൻ ബ്ലാക്ക് കറ്റേച്ചുവിന്റെ അകത്ത് പിന്നീടുള്ള ഏജൻസ് ആണ് കറ്റേച്ചു റെഡ്, ക്വാർസെറ്റിൻ, ഗം ആൻഡ് ക്വാർസെട്രിൻ. ഓക്കെ, കത്ത എന്ന് പറയുന്നത് യൂഷ്വലി ഒരു ആസ്ട്രീജന്റ് ആണ്. മെയിൻലി പൊള്ളല്, സ്കിൻ എറപ്ഷൻസ്, അൾസേഴ്സിനൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. കഫ്, ഡയറിയയ്ക്കൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? ബ്ലാക്ക് കറ്റേച്ചു ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ പറഞ്ഞു കത്ത, കച്ച്, കതിർ എന്നുള്ള ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് ബ്ലാക്ക് കട്ടേച്ചു ഒക്കെ കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു അല്ലെ. അതിനകത്ത് കത്ത എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഹാവിങ് കൂളിംഗ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്. കച്ച് എന്ന് പറഞ്ഞാൽ എന്താ? കത്ത ആൻഡ് കച്ച് ഉണ്ട്. കത്ത എന്ന് പറയുന്നത് ഈസ് ഹാവിങ് ഡൈജസ്റ്റീവ് പ്രോപ്പർട്ടി ആസ് കച്ച് ഈസ് ഹാവിങ് കളറിങ് അല്ലെങ്കിൽ ഡൈയിങ്ങിനൊക്കെ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് കച്ചിനുണ്ടാവുക. നെക്സ്റ്റ് വൺ ഇസ് പെയിൽ കട്ടേച്ചു. പെയിൽ കട്ടേച്ചുവിന്റെ മറ്റു പേരുകളാണ് ഗാംബിയർ, ഗാംബർ കട്ടേച്ചു എന്നൊക്കെ ഉള്ളത്. ദേ ആർ ഡ്രൈഡ് അക്വസ് എക്സ്ട്രാക്ട് ഓഫ് ദ ലീഫ് അല്ലെങ്കിൽ യങ് ഷൂട്ട് ഓഫ് അൺകേരിയ ഗാംബർ റോക്സ്ബർഗ് ബിലോങ്സ് ടു ദ ഫാമിലി റുബിയേസിയെ. ആ റെഡ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന ഒന്നും മറക്കാൻ പാടില്ല കേട്ടോ. Then condensed tannins in the form of catechin 7 to 33% കറ്റേച്ചു ടാനിക് ആസിഡ് ആയിട്ടാണ് കൺവേർട്ട് ചെയ്യുക. പിന്നീടുള്ള ഇൻഗ്രീഡിയന്റ് ആണ് കറ്റേച്ചു റെഡ്. ദിസ് ഡ്രഗ് ഓൾസോ കണ്ടെയ്ൻ ക്വാർസെറ്റിൻ ആൻഡ് ഗാംബർ ഫ്ലൂറസിൻ. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ആൻ ആസ്ട്രീജന്റ് ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഡയറിയ. ലോക്കൽ ആസ്ട്രീജന്റ് ആയിട്ട് ലോസഞ്ച് ആയിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെയിൽ കറ്റേച്ചുവിനെ ഉപയോഗിക്കാം. നെക്സ്റ്റ് വൺ ഈസ് ഹയോസാമസ്. ഹയോസാമസ്, ബെലഡോണ, അക്കോനൈറ്റ്, അശ്വഗന്ധ, എഫിഡ്ര, ഒപ്പിയം ഇവരെല്ലാവരും എന്താണ്? All these are agents which can be used in the treatment of സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ താഴെ പറഞ്ഞിരിക്കുന്ന എല്ലാ ഏജൻസും. ഓക്കെ, അതിനകത്ത് ഏറ്റവും ആദ്യം വരുന്ന ഏജന്റ് ആണ് ഹയോസാമസ്. ഹയോസാമസിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഹെൻബെയിൻ. ഹയോസാമസ് ഇസ് ഓൾസോ കോൾഡ് ആസ് ഹെൻബെയിൻ ആൻഡ് Hyosamus also called as henbane. So it is the dried leaf അല്ലെങ്കിൽ flowering top of Hyosamus niger belongs to the family Solanaceae. Principal alkaloid ഏതാണ്? L-hyosamine. Atropine and hyosin രണ്ടും കുറച്ച് എമൗണ്ടിലുണ്ട്. ഓക്കെ, കൂടുതലായിട്ടും ആൽക്കലോയിഡ് പെർസെന്റേജ് എന്ന് പറയുന്നത് പെറ്റിയോൾ ആണ് അതിനകത്ത് ഉണ്ടാവുന്നത്.
Okay, so urinary anticholinergic action കാണിക്കും, antispasmodic to check salivary secretions, expectorant, anti-asthmatic ആയിട്ടൊക്കെ hyoscyamous exist ചെയ്യും. Next one is belladonna. Belladonna is also called as a deadly nightshade. Okay, so they are the dried leaves and flowering top of Atropa belladonna, അല്ലെങ്കിൽ യൂറോപ്യൻ ബെലഡോണ എന്ന് പറയും. belongs to the family Atropa acuminata. Indian belladonna belongs to the family Solanaceae. Total alcohol content എന്ന് പറയുന്നത് 0.4 to 1%. മേജർ ആൽക്കലോയിഡ് എന്ന് പറയുന്നത് ഏതാണ്? എൽ ഹയോസാമൈനും അട്രോപ്പിനും. ഇപ്പൊ പേരൊന്നും തന്നെ ആലോചിക്കാം. അട്രോപ്പ ബെലഡോണ. മേജർ കണ്ടന്റ് എന്താണ്? അട്രോപ്പിൻ. അട്രോപ്പ ബെലഡോണ എന്ന് പറയുന്നത് ഏതാണ്? യൂറോപ്യൻ ബെലഡോണ. ഓക്കെ, then Atropa acuminata അതിന് നമ്മൾ പറയുന്നതാണ് ഇന്ത്യൻ ബെലഡോണ. ഓക്കെ, then major alkaloids ഉണ്ട് L hyosamine and atropine belladonine, hyosin, pyridine, N-methyl pyrrolene, scopolentin എന്നീ സബ്സ്റ്റൻസ് എല്ലാം ബെലഡോണയിൽ തന്നെ ഉള്ളതാണ്. സ്കോപ്പോലെന്റിൻ എന്താണ്? ഒരു ഫ്ലൂറസെന്റ് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ഹയോസാമസ് പറഞ്ഞ പോലെ തന്നെ എല്ലാ തരത്തിലുള്ള ആന്റികോളിനർജിക് ആക്ടിവിറ്റി ആരിലും ഉണ്ടാവും? ബെലഡോണയിലും ഉണ്ടാവും. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് അക്കോനൈറ്റ്, ഡൈടർപ്പീൻ ആൽക്കലോയിഡ് ആയിട്ടുള്ള അക്കോനൈറ്റ്. മോങ്സ് വുഡ് എന്ന് പറയുന്നത് അക്കോനൈറ്റിനെയാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഡ്രൈഡ് റൂട്ട് ഓഫ് അക്കോനിറ്റം നെപ്പല്ലസ്. വാട്ട് വി ആർ യൂസിങ്? ഡ്രൈഡ് റൂട്ട് ഓഫ് അക്കോനിറ്റം നെപ്പല്ലസ്. അക്കോനൈറ്റിന്റെ ഫാമിലി ഏതാണ്? റനൻകുലേസിയെ. എന്തൊക്കെയുണ്ട്? അക്കോനൈറ്റിൻ, ഹൈപ്പോ അക്കോനിറ്റിൻ, നിയോപെലിൻ. കാരണം അക്കോനിറ്റം നെപ്പല്ലസ് അല്ലേ, സോ നിയോപെലിൻ, നാപ്പെലിൻ, നിയോലൈൻ. ഓക്കെ, ദെൻ സ്പാർട്ടീൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസും ഉണ്ട്. എഫിഡ്രീൻ എന്ന് പറയുന്ന കണ്ടന്റും വളരെ ട്രേസ് എമൗണ്ടിലുണ്ട്. ദെൻ റിമൈനിങ് ഏതൊക്കെയാണ്? മെയിൻ കോൺസ്റ്റുവൻസിന്റെ അകത്ത് വരുന്ന ഏജന്റ്സ് ആണ് അക്കോണിറ്റിക് ആസിഡ്, സക്സിനിക് ആസിഡ് ആൻഡ് സ്റ്റാർച്ച്. മെയിൻലി യൂസ് ഫോർ ദ ട്രീറ്റ്മെന്റ് ഓഫ് ന്യൂറാൾജിയ, സയാറ്റിക്ക, rheumatism, inflammation, and also called as analgesic and cardiac depressant. Okay, next one is ashwagandha. Ashwagandha എന്താണ്? It is a steroidal alkaloid. Withania somnifera എന്നാണ് ബയോളജിക്കൽ സോസിന്റെ നെയിം. ഫാമിലി സൊലാനേസിയെ. വിതാനിയ റൂട്ട് അല്ലെങ്കിൽ വിന്റർ ചെറി ഒക്കെയാണ് സിനോണിം വരുന്നത്. ഡ്രൈഡ് ആൻഡ് സ്റ്റെം ബേസ് ആണ് അശ്വഗന്ധയുടെ നമ്മൾ ഉപയോഗിക്കുന്നത്. മെയിൻ കോൺസ്റ്റുവന്റ് എന്താണ് അശ്വഗന്ധയുടെ? ആൽക്കലോയിഡൽ അല്ലെങ്കിൽ സ്റ്റിറോയിഡൽ ലാക്ടോൺസ് ആണ്. എമംഗ് വേരിയസ് ആൽക്കലോയിഡ് വിതാനിൻ ആണ് മേജർ ആയിട്ടുള്ള കോൺസ്റ്റുവന്റ്. സോ വിതനോലൈഡും ഉണ്ട്, വിദാഫെറിൻ, വിതനോലൈഡ് ഒക്കെ അതിനകത്തുണ്ട്. വി ആർ യൂസിങ് ഇറ്റ് ആസ് സെഡേറ്റീവ്, ഹിപ്നോട്ടിക്, ഇമ്മ്യൂണോമോഡുലേറ്ററി ഏജന്റ്, ട്രീറ്റ്മെന്റ് ഓഫ് റുമാറ്റിസം ആൻഡ് ഗൗട്ട്, സെക്സ് സ്റ്റെമുലന്റും റെജുവിനേറ്റർ ആയിട്ട് ആക്ട് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് എഫിഡ്ര. എഫിഡ്ര അല്ലെങ്കിൽ അമിനോ പ്രോട്ടോ ആൽക്കലോയിഡ് എന്ന് അറിയപ്പെടും. മാ ഹുങ് എന്നാണ് അതിന്റെ സിനോണിം. നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത് എന്താണ്? ഡ്രൈഡ് യങ് സ്റ്റെംസ് ഓഫ് എഫിഡ്ര ജെറാർഡിയാന അല്ലെങ്കിൽ എഫിഡ്ര നെബ്രോഡെൻസിസ്. ബിലോങ്സ് ടു ദ ഫാമിലി ജി വെച്ച് തുടങ്ങുന്ന നെക്ടേസിയെ ആൻഡ് എഫിഡ്ര വെച്ച് തുടങ്ങുന്ന എഫിഡ്രേസിയെ. ഓക്കെ, സോ എഫിഡ്ര ആണ് നമ്മൾ പറയുന്നത്. മാ ഹുങ് എന്നാണ് സിനോണിം എഫിഡ്രയുടെ. അമിനോ അല്ലെങ്കിൽ പ്രോട്ടോ ആൽക്കലോയിഡ് ആണ്. യങ് സ്റ്റെം ഓഫ് എഫിഡ്ര ജെറാർഡിയാന അല്ലെങ്കിൽ എഫിഡ്ര നെബ്രോഡെൻസിസ്. സോ എഫിഡ്ര എന്ന് പറയുന്നത് അമിനോ ആൽക്കലോയിഡ് ആണ്. ബിലോങ്സ് ടു ദ ഫാമിലി എഫിഡ്രിൻ, നോർ എഫിഡ്രിൻ, എൻ-മീഥൈൽ എഫിഡ്രിൻ, സ്യൂഡോ എഫിഡ്രിൻ. സിമ്പതോമിമെറ്റിക് ഡ്രഗ് ആണ്. ആസ്മയിൽ ബ്രോങ്കോ ഡൈലേറ്റർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഹേ ഫീവറിൽ ഉപയോഗിക്കും, ഹൈപ്പർ ടെൻഷനിൽ ഉപയോഗിക്കും. ഒപ്പിയം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് എൻ ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ആണ്. ഓൾസോ കോൾഡ് ആസ് റോ ഒപ്പിയം. ഒപ്പിയം ഇസ് ദ ലാറ്റക്സ് ഒബ്റ്റെയിൻഡ് ബൈ ദ ഇൻസിഷൻ ഫ്രം ദ അൺറൈപ്പ് ക്യാപ്സ്യൂൾ ഓഫ് പപ്പാവർ സോമിനിഫെറം. ഒപ്പിയം പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഐസോക്വിനോളിൻ ആൽക്കലോയിഡ് ആണ് ഒപ്പിയം. കറയാ ഉപയോഗിക്കുന്നത്. ലാറ്റക്സ് ഫ്രം വെയർ? നമ്മൾ അൺറൈപ്ഡ് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ഓഫ് പപ്പാവർ സോമിനിഫെറത്തിനകത്ത് ചെറിയ ചെറിയ എന്ത് ചെയ്യും? മാർക്കിങ്സ് ഇടും. ആ മാർക്കിങ്ങിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? വി വിൽ ഗെറ്റ് ഒപ്പിയം. ഓക്കെ, ഒപ്പിയം കിട്ടുന്നത് ഒപ്പിയം ലാറ്റക്സ് നിന്നാണ് കിട്ടുന്നത്. അവിടെ എന്താ ചെയ്യുന്നത്? ഒപ്പിയം ലാറ്റക്സ് എങ്ങനെയാ കിട്ടുക? ബൈ മേക്കിംഗ് ഇൻസിഷൻസ്. ഓക്കെ, കുറച്ച് സുഷിരങ്ങൾ ഉണ്ടാക്കും. ഓക്കെ, സോ അതിന്റെ അകത്തുനിന്ന് അതിന്റെ കറ വന്നിട്ട് ആ കറയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത് ഫ്രം ദ പ്ലാന്റ് പപ്പാവർ സോമിനിഫെറം. ബിലോങ്സ് ദ ഫാമിലി പപ്പാവറേസിയെ. ഓക്കെ, സോ അതിന്റെ അകത്ത് പ്രധാനമായിട്ടും രണ്ട് ക്ലാസിഫിക്കേഷൻ ആണ് വരുന്നത്. ബെൻസൈൽ ഐസോക്വിനോളിൻ
ഒരു കാറ്റഗറി. ദെൻ ഫിനാൻഡറിൻ. അപ്പൊ ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് കാണാറുണ്ടായിരുന്നല്ലോ, കുറെ അടുത്ത് നമ്മൾ ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. സോ ഒപ്പിയം ആൽക്കലോയിഡ്സ് എന്ന് പറയുന്നത് മെക്കാനിക് ആസിഡ് എന്നാ പറയുന്നത്. ബെൻസൈൽ ഐസോക്വിനോളിൻ ടൈപ്പിനകത്ത് വരുന്നതാണ് നാർക്കോട്ടിൻ അല്ലെങ്കിൽ നാർസീൻ എന്ന് പറയും. നാർക്കോട്ടിന്റെ മറ്റു പേരുകളാണ് നോസ്കാപ്പൈൻ. സോ നാർക്കോട്ടിൻ ആൻഡ് നാർസീൻ ആണ് ബെൻസൈൽ ഐസോക്വിനോളിൻ ടൈപ്പ്. നെക്സ്റ്റ് ഇവിടെ ഫിനാൻഡറിൻ ടൈപ്പിനകത്ത് വരുന്നതാണ് മോർഫിൻ, കൊഡീൻ ആൻഡ് ടിബൈൻ. ഓക്കെ, ഇതിന്റെ ആക്ഷൻ എന്തൊക്കെയാണ്? അനാൽജസിക്, സെഡേറ്റീവ്, ഹിപ്നോട്ടിക്. ദെൻ മോർഫിൻ പ്രൊഡ്യൂസസ് respiratory depression and constipation. Okay, it produces respiratory depression and constipation. Clear ആണോ? ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഓക്കെ, നിങ്ങൾക്ക് സ്ഥിരമുള്ളതാണല്ലോ, നിങ്ങൾ ആരും അഡ്മ്യൂട്ട് ചെയ്യില്ല. ഓക്കെ, സോ സെഡേറ്റീവ് and hypnotic, morphine produce respiratory depression and constipation. Codeine എന്ന് പറയുന്നത് ഒരു ആന്റിടസീവ് ആണ്. ദെൻ പെപ്പാവറിൻ എന്ന് പറയുന്നത് ഒരു മിനിറ്റ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു, നമ്മളിപ്പോ ഒപ്പിയമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒപ്പിയം നിങ്ങൾക്ക് അറിയാം, റോ ഒപ്പിയം എന്നാണ് ഒരു പേര്. ഒപ്പിയം ഇസ് ദ ലാറ്റക്സ് obtained by instant from the unripe capsule of Papaver somniferum, belongs to family Papaveraceae. എന്തൊക്കെയാണ് ആക്ഷൻസ് ഉണ്ടാകുന്നത്? അനാൽജസിക് ആക്ഷൻ, സെഡേറ്റീവ്, മോർഫിൻ റെസ്പിറേറ്ററി ഡിപ്രഷനും കോൺസ്റ്റിപ്പേഷനും ഉണ്ടാക്കും. കൊഡീൻ സിറപ്സ് ഒക്കെ കേട്ടിട്ടില്ലേ? കൊഡീൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? സിറപ്സിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലെ? ഒന്ന് വായിച്ചു എനിക്ക് ഇതുവരെ. So next one is cannabis. Cannabis എന്ന് പറഞ്ഞാൽ എന്താ? ഗഞ്ച, cannabis, indica, Indian hemp എന്നൊക്കെ പറയുന്നത് എന്താണ്? Cannabis. Okay, so it consists of the dried flowering tops. നമ്മൾ അതിന്റെ ഏറ്റവും മുകളിലത്തെ ഭാഗത്ത് ഇങ്ങനെ ഫ്ലവറിംഗ് ടോപ്സ് ഉണ്ടാവും. അതും ഫീമെയിൽ പ്ലാന്റിന്റെ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പം ഏറ്റവും പൂ വിരിഞ്ഞിട്ട് ആ പൂവിന്റെ ഭാഗമായിരിക്കുന്നത്. ഇപ്പൊ ചില പ്ലാന്റ് ഒക്കെ കണ്ടിട്ടില്ല, ഇങ്ങനെ ഏറ്റവും മുകളിൽ ഇങ്ങനെ കുറെ എന്താ ഫ്ലവറിംഗ് ടോപ്സ് പോലെ. അപ്പൊ അതിന്റെ ആ ഒരു ഫീമെയിൽ പ്ലാന്റിന്റെ കളക്ഷൻ ആണ് കന്നാബിസിന്റെ കളക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് കന്നാബിസ് സറ്റൈവ ബിലോങ്സ് ടു ദ ഫാമിലി Cannabinaceae. Okay, so 15 മുതൽ 20% വരെ മേജർ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ടെട്രാ ഹൈഡ്രോ കന്നാബിനോൾ ആണുള്ളത്. Then resin also contain cannabinol, cannabidiol, cannabidiolic acid. Okay, and also narcotic, sedative, analgesic activity എല്ലാം ഉണ്ട്. Okay, so they are used for intoxication, euphoria and mental disturbance. Okay, next is nux vomica. Nux vomica അറിയാലോ, എന്താ? കാഞ്ഞിരം. ഓക്കെ, ക്രോഫിഗ്, സെമൻ, സ്ട്രിച്നി, നക്സ് വോമിക്ക സീഡ് എന്നൊക്കെ പറയും. ഫിഗ്, ക്രോഫിഗ് എന്ന് കേട്ടാൽ നക്സ് വോമിക്ക തന്നെയാണ് കേട്ടോ. സോ ഫാമിലി എന്താണ്? സ്ട്രെച്ചിനസ് നക്സ് വോമിക്ക ബിലോങ്സ് ടു ദ ഫാമിലി ലൊഗാനേസിയെ. അതിന്റെ റൈപ്പ് ആയിട്ടുള്ള സീഡ് ഡ്രൈ ചെയ്തിട്ടാണ് നക്സ് വോമിക്ക നമ്മൾ എടുക്കുന്നത്. ഓക്കെ, so chief constituents strychninum, brucininum, glycosides ഉണ്ട്, loganin, chlorogenic acid and fixed oils. Cardiac respiratory stimulant ആണ്, bitter, stomachic and tonic. Brucin is used for denaturing alcohol and inedible fats. Okay, next one is, അപ്പം ഒരു കാര്യം ഞാൻ പറഞ്ഞിരുന്നു, brucin എന്താണ്? It is also used as a dog poison. Next one is anti-hypertensive, Ravolvia. ആദ്യം തന്നെ അതിന്റെ ഇത് നോക്കുക. What we have to go to the family.
റവോൾഫിയ belongs to the family Apocynaceae. Okay, Apocynaceae ആണ് അതിന്റെ family. So belongs to the family Apocynaceae. So important alkaloid എന്തൊക്കെയാണ്? Proserpine, Ajmalin, Ajmalicine, Resinamine, Proserpine, Yohimbine, Serpentine, Serpentinine ഒക്കെയാണ് റവോൾഫിയയുടെ പ്രധാനപ്പെട്ട ആൽക്കലോയിഡുകൾ. Antihypertensive ആയിട്ട് ഉപയോഗിക്കും. Neuropsychiatric disorder and also Ajmalicine is used in the treatment of circulatory disease. Okay, next one is anti-dysenteric Epicac. ആന്റി-ഡിസെൻട്രിക് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പികാക്. ഓക്കെ, സോ എപ്പികാക്കിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഐസോഫിനോളിൻ ആൽക്കലോയിഡ് ആയിട്ടുള്ള എപ്പികാക്. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്? റൂട്ട് അല്ലെങ്കിൽ റൈസോം ഓഫ് സെഫാലിസ് എപ്പികാക്മുന അല്ലെങ്കിൽ സെഫാലിസ് അക്യുമിനാറ്റ ബിലോങ്സ് ടു ദ ഫാമിലി റുബിയേസിയെ. എപ്പികാക്കിനകത്ത് എന്തൊക്കെയുണ്ട്? ഐസോഫിനോളിൻ ആൽക്കലോയിഡ് ഉള്ളത് ഫിനോളിക്കും നോൺ ഫിനോളിക് ഗ്രൂപ്പിന്റെയും പാർട്സ് ആണ്. ഓക്കെ, മെയിൻലി എമിറ്റിൻ, സെഫാലിൻ, സൈക്കോട്ടിൻ, ഓമീഥൈൽ സൈക്കോട്രൻ, എമിറ്റമൈൻ. എപ്പികാക് എന്ന് പറയുന്നത് ഒരു എക്സ്പെക്ടോറന്റ് ആണ്, ചെറിയ ചെറിയ ഡോസിൽ, ആൻഡ് എമിറ്റിക് ഇൻ ഹയർ ഡോസസ്. ഓക്കെ, സോ സെഫാലിൻ ഹാസ് മോർ എമിറ്റിക് ആൻഡ് ലെസ് എക്സ്പെക്ടോറന്റ് ആക്ഷൻ ആസ് കമ്പയർഡ് ടു എമിറ്റിക്. ഓക്കെ, സോ സെഫാലിൻ സെഫാലിസ് എന്നുള്ളതാണ് കണ്ടന്റ് വരിക. സോ സെഫാലിൻ has more emetic and less expectorant action when compared to emetic. ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ എമിറ്റിക് ആക്ഷൻ കൂടുതലും എക്സ്പെക്ടോറന്റ് ആക്ഷൻ കുറവുള്ളത് എമിറ്റിക് സെഫാലിൻ ആണ്. ഓക്കെ, സോ എമിറ്റിക് ഹൈഡ്രോക്ലോറൈഡ് എന്ന് പറയുന്നത് ഒരു ആന്റി പ്രോട്ടോസോവൽ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് അമീബയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്. എൻഡമീബ ഹിസ്റ്റോളിക് ആണല്ലോ അമീബിക് ഡിസീസ് ഉണ്ടാക്കുന്നത്. സോ എൻഡമീബ ഹിസ്റ്റോളിക് എഗെയിൻസ്റ്റ് ആയിട്ട് വളരെ ചെറിയ കോൺസെൻട്രേഷനിൽ പോലും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? എമിറ്റിക് hydrochloride ഉപയോഗിക്കാറുണ്ട്. ആൻഡ് it can also be used in very lower concentration. Parenterally administer ചെയ്യുവാണെങ്കിൽ അമീബിയ ഉണ്ടാക്കുന്ന ഡിസെൻട്രി തടയാനായിട്ട് സാധിക്കും. ആൻഡ് ആന്റി ട്യൂമർ പ്രോപ്പർട്ടീസും എപ്പികാക് കാണിക്കാറുണ്ട്. ഓക്കെ, ഹലോ. Next one is antiseptic and disinfectants. Okay, so antiseptic and disinfectants ആരൊക്കെയാ വരുന്നത്? ബെൻസോയിൽ, മിർറ, നീം, കുർക്കുമ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ആന്റി. അപ്പൊ നിങ്ങൾ ഓരോ ക്ലാസ്സിന്റെ അണ്ടറിൽ ഏതൊക്കെ ഡ്രഗ് വരുന്നു പഠിക്കണം. ഓക്കെ, സോ ബെൻസോയിൻ എന്താ? ബെൻസോയിൻ ഒരു ബാൽസമിക് റെസിൻ ആണ്. മിർറ എന്താ? കുന്തിരിക്ക. നീം എന്താ? ആര്യവേപ്പ്. മഞ്ഞൾ, കുർക്കുമ ലോക എന്ന് പറയുന്ന മഞ്ഞൾ. ഇത്രയാണ് ആന്റിസെപ്റ്റിക് കാറ്റഗറിയിൽ വരുന്നത്. First one is benzoin. Other names ഏതൊക്കെയാണ്? സുമാട്ര, ബെൻസോയിൻ, ലോബൻ. ബെൻസോയിൻ is balsamic resin obtained from ബെൻസോയിന്റെ ബയോളജിക്കൽ സോഴ്സ് എന്താണ്? സ്റ്റൈറാക്സ് ബെൻസോയിൻ അല്ലെങ്കിൽ സ്റ്റൈറാക്സ് പാരലലോന്യൂറസ്. Other species of styrax is also known as Sumatra benzoin. അതിനകത്ത് ബാൽസമിക് റെസിൻ ഉണ്ട്, സ്റ്റൈറാക്സ് ടോൺകൈനസിന്റെ. ഓക്കെ, ആൻഡ് അതർ സ്പീഷീസ് ഇസ് നോൺ ആസ് സയാൻ ബെൻസോയിൻ. സുമാട്ര ബെൻസോയിന്റെ അകത്ത് ബാൽസമിക് ആസിഡ്സ് ഉണ്ട്, ബെൻസോയിക് ആൻഡ് സിനമിക് ആസിഡ്. സോ ദേ ആർ ഡിറൈവ്ഡ് ഫ്രം ദീസ് എസ്റ്റേഴ്സ്. ട്രൈടർപ്പിനോയിക് ആസിഡ്, സുമാറസിനോളിക് ആസിഡ് അല്ലെങ്കിൽ സയാറസിനോളിക് ആസിഡ് ഇതിനകത്ത് പ്രസന്റ് ആണ്. മേജർ കോൺസ്റ്റിറ്റ്യൂന്റ് ഓഫ് സയാൻ ബെൻസോയിൻ എന്ന് പറയുന്നത് എന്താണ്? ഈസാൻ എസ്റ്റർ കൺഫറൈൽ ബെൻസോയിൻ. The drug also contain styrol, vanillin, phenyl propyl cinnamate. Okay, so സുമാട്രയ്ക്കകത്ത് ബെൻസോയിക് ആസിഡും സിനമിക് ആസിഡും ഉണ്ട്. Then ട്രൈടർപ്പിനോയിഡ്സും ഉണ്ട്. ആന്റിസെപ്റ്റിക്കും ഡിസിൻഫെക്റ്റന്റ് ആക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിന് പുറമെ ഒരു ഇറിറ്റേറ്റിംഗ് എക്സ്പെക്ടോറന്റ് ആണ്, കാർബണേറ്റീവ് ആണ്, ഡയൂററ്റിക് ആണ്. Also compound tincture of benzoin, inhalation and treatment of upper respiratory tract infections. Benzoin family എന്താണ്? Styraceae. Next one is myrrh. Myrrhന്റെ family എന്താണ്? ബുർസുട്ടേസിയെ, ബുർസുറേസിയെ. മിർ എന്ന് പറയുന്നത് കുന്തിരിക്ക. ബിലോങ്സ് ടു ദ ഫാമിലി ബുർസുറേസിയെ. ഗമ്മർ, ബോൾ, മിറ എന്നൊക്കെ പല പല പേരുകൾ അറിയപ്പെടുന്നുണ്ട്. ഒലിയോ ഗം റെസിൻ ആണ്. ഞാൻ പറഞ്ഞു 10, 25, 60 എന്ന രീതിയിലാണ് ഓയിൽ ഗം റെസിൻ റേഷ്യോ ഇരിക്കുന്നത്. ഓക്കെ, ആൻഡ് മിർ ഇസ് ആൻ ഒലിയോ ഗം റെസിൻ ഒബ്റ്റൈൻഡ് കോമിഫോറ മുൾമോൾ. അണ്ടർലൈൻ ചെയ്ത് വെക്കുക. കോമിഫോറ സ്പീഷീസ് എന്നാണ് കിട്ടുന്നത്. ബിലോങ് ടു ദ ഫാമിലി ബുർസുറേസിയെ.
It is a stimulant, antiseptic, and astringent to the mucous membrane. Hence, the tincture is used in mouthwash and gargles. Next one is neem margosa oil. Neem oil എന്നൊക്കെയാണ് neem അറിയപ്പെടുന്നത്. Non edible fixed oil ആണ്. Obtained from fully matured seeds of അസാഡിറെക്സ ഇൻഡിക്ക മെലിയേസിയെ. അപ്പം ഇത് രണ്ടും പ്രത്യേകം ശ്രദ്ധിക്കുക. നീം എന്ന് പറയുന്നത് അസാഡിറെക്സ ഇൻഡിക്ക എന്ന് പറയുന്ന സ്പീഷീസിന്റെ അകത്ത് മെലിയേസിയെ എന്നുള്ള ഫാമിലിയിൽ നിന്നാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇറ്റ് കണ്ടെയ്ൻസ് ഗ്ലിസറൈഡ്സ് ഓഫ് സാച്ചുറേറ്റഡ് അല്ലെങ്കിൽ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നാണ് കിട്ടുന്നത്. അസാദിരാസ്റ്റിൻ, ഓക്കെ, അസാജിരാസ്റ്റിൻ ആണ് അതിന്റെ അകത്തുള്ള കണ്ടന്റ്. ദ മെയിൻ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഓലിയേറ്റ്, സ്റ്റീറിക് ഒക്കെയാണ് അതിനകത്ത് വരുന്ന മേജർ ആസിഡ്സ്. ദ ഓയിൽ കണ്ടെയ്ൻ 2% ഓഫ് ബിറ്റേഴ്സ് വിച്ച് ആർ സൾഫർ കണ്ടെയ്നിങ് കോമ്പൗണ്ട്സ്. ഒക്കെയാണ് നിംബിഡിൻ, നിംബിൻ, നിംബിനിൻ, നിംബിഡോൾ. ഓക്കെ, നിംബിഡിൻ, നിംബിൻ, നിംബിനിൻ, നിംബിഡോൾ ഇത്രയാണുള്ളത്. ദ അൺസാപ്പോണിഫയബിൾ പാർട്ടിനകത്ത് നിംബോസ്റ്റിഡോളും ഉണ്ട്. ആര്യവേപ്പ് നമുക്കറിയാം ആന്റി വൈറൽ പ്രോപ്പർട്ടി ഉണ്ട്, പെസ്റ്റിസൈഡ് ആണ്, റൊമാറ്റിസത്തിൽ ആക്ട് ചെയ്യും. നെക്സ്റ്റ് വൺ ഇസ് കുർക്കുമ അല്ലെങ്കിൽ മഞ്ഞള, ഇന്ത്യൻ സാഫ്രോൺ, കുർക്കുമ, ടർമറിക്, ഹൽദി, ഹരിദ്ര എന്നൊക്കെ അറിയപ്പെടുന്നത് കുർക്കുമയാണ്. ടർമറിക് കൺസിസ്റ്റ് ഓഫ് ദ ഡ്രൈഡ് ആസ് വെൽ ആസ് ദ fresh rhizome of the plant. Curcuma longa belongs to the family Zingiberaceae. ഇഞ്ചി പോലെ തന്നെ ആയിരിക്കുന്നതിനാൽ it contains volatile oil, resin, abundant zingiberaceous starch grains, yellow coloring substance ആയിട്ടുള്ള curcuminoids ഒക്കെ ഉണ്ട്. Chief compounds of curcuminoids എന്തൊക്കെയായിരുന്നു? Known as curcumin. Okay, അപ്പോൾ curcuminoidsന്റെ അകത്ത് ഒരു 50 to 60 പാർട്സ് കുർക്കുമിനോയിഡ്സ് ഉള്ളതിനെ പറയുന്ന പേരാണ് കുർക്കുമിൻ. ആൻഡ് കണ്ടെയ്ൻമെന്റ് സ്പൈസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ആന്റിസെപ്റ്റിക് ആണ്, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, പവർഫുൾ ആന്റി ഓക്സിഡന്റ് ആൻഡ് ദേ ആർ ഓൾസോ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്ന ടർമറിക്കിന് നമുക്ക് HIV-1 HIV-2 പ്രോട്ടീസിന് ഇൻഹിബിറ്ററി ആക്ടിവിറ്റി ഉണ്ട്. നെക്സ്റ്റ് വൺ ഇസ് ആന്റി മലേറിയൽ ആക്ടിവിറ്റി തരുന്നതാണ് സിൻകോണ. ക്വിനീൻ, ക്വിനിഡീൻ, സിൻകോണിൻ, ഹൈഡ്രോക്വിനിൻ, ഹൈഡ്രോസിൻകോണിഡീൻ, ഹോമോസിൻകോണിഡീൻ ഇതൊക്കെ സിൻകോണയുടെ മേജർ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് ആയിട്ട് ആൽക്കലോയിഡ്സ് ആണ്. ഓക്കെ, സോ സിൻകോണ, ക്വിനോളിൻ ആൽക്കലോയിഡുകളാണ്. ജസൂട്ട് ബാർക്ക് അല്ലെങ്കിൽ പെരുവിയൻ ബാർക്ക്. ഇറ്റ് ഈസ് ദ ഡ്രൈഡ് ബാർക്ക് ഓഫ് ദ കൾട്ടിവേറ്റഡ് ട്രീ ഓഫ് സിൻകോണ കാലിസായ അല്ലെങ്കിൽ സിൻകോണ ലെഡ്ജറിയാന അല്ലെങ്കിൽ സിൻകോണ ഒഫിഷ്യനാലിസ് അല്ലെങ്കിൽ സിൻകോണ സബ്സിറൂവ അല്ലെങ്കിൽ ഇവരുടെ ഒരു ഹൈബ്രിഡ് വെറൈറ്റി. മെയിൻലി 25 ആൽക്കലോയിഡ്സ് അടുത്ത് കിട്ടുന്ന ഒരു ഡ്രഗ് ആണ് സിൻകോണ. ക്വിനോളിൻ ഗ്രൂപ്പ് ആയിരിക്കും എല്ലാവരും ഉണ്ടാകുന്നത്. മേജർ ആയിട്ടുള്ള ആൽക്കലോയിഡുകൾ ഏതൊക്കെയായിരുന്നു? ക്വിനൈൻ, ക്വിനിഡിൻ, സിൻകോണിൻ, സിൻകോണിഡിൻ ആൻഡ് കുറച്ച് ഇമ്പോർട്ടൻസ് കുറവുള്ള ആൾക്കാരാണ് ക്വിനീസിൻ, സിൻകോണിസിൻ, ഹൈഡ്രോക്വിനിൻ, ഹൈഡ്രോസിൻകോണിഡിൻ ആൻഡ് ഹോമോസിൻകോണിഡിൻ ഫാമിലി റുബിയേസിയെ. സിൻകോണ ബാർക്ക് എന്ന് പറയുന്നത് ആന്റി മലേറിയൽ ആണ്. സിൻകോണ എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് സിൻകോണ ടിങ്ചർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ബിറ്റർ സ്റ്റൊമക്കിക് ആൻഡ് ആന്റി പൈററ്റിക് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ക്വിനിഡിൻ എന്ന് പറയുന്ന ഒരു കാർഡിയാക് ഡിപ്രസന്റ് ആണ്. അതുകൊണ്ട് തന്നെ അരിത്മിയ, ടാക്കികാർഡിയൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവരെ ഉപയോഗിക്കാറുണ്ട്. നെക്സ്റ്റ് വൺ ഇസ് എർഗോട്ട്. എർഗോട്ട് എന്താ? ഓക്സിടോക്സിക് ഏജന്റ് ആണ്. എർഗോട്ട് ഓഫ് ഫ്രൈ. അപ്പം ആ എർഗോട്ട് ഓഫ് ഫ്രൈ എന്ന് പറയുന്ന പ്ലാന്റിന്റെ അകത്ത് ഒരു ഫംഗസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടി അനുവദിക്കും. അതിന്റെ സ്പിറോട്ടിയം ഉണക്കി എടുക്കുന്നതാണ് എർഗോട്ട്. ഓക്കെ, സോ എർഗോട്ട് ഇസ് ഇൻഡോൾ ആൽക്കലോയിഡ്. എർഗോട്ട് ഓഫ് ഫ്രൈ, എർഗോട്ട ഒക്കെയാണ് സിനോണിം. എർഗോട്ട് എന്ന് പറഞ്ഞാൽ ഡ്രൈഡ് സ്പിറോട്ടിയം ഓഫ് എ ഫംഗസ്, ക്ലാവിസെപ്സ് പർപ്യൂരിയ, ക്ലാവിസിപ്പിറ്റേസിയെ, ഹൈപ്പോക്രേസിയെ, developed from the ovary of the rye plant, secale cereale. Graminae, ergotiന്റെ family ആണ് ഗ്രാമിനെ. എർഗോട്ടിനകത്ത് contain large number of potent alkaloids. Okay, lysergic acidന്റെ ഒരുപാട് ഡെറിവേറ്റീവ്സ് കിട്ടാറുണ്ട്. Lysergic acid is present in peptide derivative form and hence the alkaloid also contain peptide alkaloid. 6 pairs of alkaloids ഉണ്ട്. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. വാട്ടർ സോളിബിളും വാട്ടർ ഇൻസോളിബിളും. ലീവർ ഫോമും ഡെക്സ്ട്രോസ് ഫോമും ഉണ്ട്. ലീവർ ഫോം അല്ലെങ്കിൽ വാട്ടർ സോളിബിൾ ഫോം ഏതൊക്കെയാ വരിക? വാട്ടർ സോല്യൂബിൾ ആണ് എർഗോമെട്രിക്. ഓക്കെ, അതിന് ഡെക്സ്ട്രോ പാർട്ടാണ് എർഗോമെട്രണിൻ. അതേപോലെ വാട്ടർ ഇൻസോല്യൂബിൾ ഉണ്ട് എർഗോടമൈനും എർഗോ
ടോക്സിനും. ഓക്കെ, സോ ഇനി എർഗോട്ടും മെട്രിൻ മാലിയേറ്റും അങ്ങനെയുള്ള ഏജന്റുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണ്? ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് ഓക്സിടോക്സിക് ഏജന്റ്. സോ ലേബർ പെയിൻ കൂട്ടാനും ഡെലിവറി കേസസിനും ഒക്കെ പോസ്റ്റ്മോർട്ടം ഹെമറേജ് പ്രിവെന്റ് ചെയ്യാനും ഒക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കും? എർഗോട്ടിന്റെ എന്താ പറയാ ആൽക്കലോയിഡുകൾ ഉപയോഗിക്കും. അതേപോലെ എർഗോട്ടമൈൻ ടാർട്ടറേറ്റ് നമ്മൾ മൈഗ്രെയിനിൽ ഈസി ആലോചിക്കണം കേട്ടോ. എർഗോട്ടമീൻ ആണുള്ളത്. സോ എർഗോമെട്രിൻ ആൻഡ് മീഥൈൽ എർഗോമെട്രിൻ ഇസ് എൻ ഇമ്പോർട്ടന്റ്. സോ എം വരുന്ന എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് മദർ എന്നുള്ളത് ആലോചിക്കുക. എർഗോമെട്രിൻ, മീഥൈൽ എർഗോമെട്രിൻ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം യൂട്രസിന് അല്ലെങ്കിൽ വസ്കുലർ സ്മൂത്ത് മസിൽസിലേക്ക് കോൺട്രാക്ഷൻ ഒക്കെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. അതായത് ഇപ്പം നോർമൽ ഡെലിവറി പെയിൻ വരുന്നില്ലെങ്കിൽ പെയിൻ ഇൻഡ്യൂസ് ചെയ്യാനൊക്കെയാണ് എർഗോമെട്രിൻ. സോ എം ഫോർ മദർ എന്നുള്ളത് ആലോചിക്കുക. സോ ergotamine is for headache and ergometrin is for oxytocic action. So വാട്ടർ ഇൻസോൾബിൾ പാർട്ട് നമ്മൾ എർഗോട്ടമൈനും എർഗോടോക്സിനും എന്ന് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തത് ലാസ്റ്റ് വൺ ഇസ് വൈറ്റമിൻസ്. പെർഫ്യൂം ഫ്ലേവറിംഗ് ഏജന്റ് ഉണ്ട്. ഫസ്റ്റ് വൺ ഷാർക്ക് ലിവർ ഓയിൽ നോക്കാം. വൈറ്റമിൻ എ സോഴ്സ് ആണ്. ഒലിയൻ സെലാക്കോയിഡ്സ് എന്നാണ് ഷാർക്ക് ലിവർ ഓയിലിന് പറയുന്നത്. ഷാർക്ക് ലിവർ ഓയിൽ കട്ടിയുള്ള ഒരു ഫിക്സ്ഡ് ഓയിൽ ആണ്. ഫ്രഷ് അല്ലെങ്കിൽ പ്രിസർവ് ചെയ്തിട്ടുള്ള ഷാർക്കിൽ നിന്ന് മാത്രമേ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. വാട്ട് ഇസ് ദ സ്പീഷീസ്? ഹൈപ്പോപ്രയോൺ, ബ്രെവിറോസ്റ്റിസ് ആൻഡ് ഗാലിയോറൈനസ് സയോപ്റ്ററസ്. ഇതാണ് അതിന്റെ മെയിൻ ഫാമിലി വരുന്നത്. ഓക്കെ, ആൻഡ് മെയിൻലി വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സോ അതിന്റെ ആന്റി സിറോഫ്താൽമിക് ഫാക്ടേഴ്സ് എന്നാ പറയുന്നത്. കാരണം കണ്ണിന്റെ കാഴ്ചശക്തിയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ന്യൂട്രിറ്റീവ് ആണ്, സൺബേൺ അല്ലെങ്കിൽ ബേൺസിലൊക്കെ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഇസ് അംല എംബ്ലിക്ക, ഇന്ത്യൻ ഗൂസ്ബെറി, അംലക് എന്നൊക്കെ പറയുന്നത് എന്താണ്? അംലയാണ്. നമ്മൾ യൂഫോർബേസിയ ഇതിനു മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. യൂഫോർബേസിയ ആണ് അംല വരുന്നത്. ദിസ് കണ്ടെയ്ൻസ്, കാസ്ട്രോയിൽ പഠിച്ചപ്പോഴും പറഞ്ഞു അല്ലെ, യൂഫോർബേസിയ സെയിം ഫാമിലിയാണ് അംല. കൺസ് ഓഫ് ഡ്രൈഡ് അല്ലെങ്കിൽ ഫ്രഷ് ഫ്രൂട്ട്സ് ഓഫ് ദ പ്ലാന്റ് എംബ്ലിക്ക ഒഫിഷ്യനാലിസ് യൂഫോർബേസിയ. വൈറ്റമിൻ സി ആണുള്ളത്. വൈറ്റമിൻ സി എന്താ? അസ്കോർബിക് ആസിഡ് 600 മുതൽ 750 mg വരെ 100 ഗ്രാം ഫ്രഷ് പൾപ്പിൽ നിന്ന് കിട്ടാറുണ്ട്. ഫാറ്റ്, ഫൈലംബെലിൻ, ടാനിൻ അല്ലെങ്കിൽ അംല ഫ്രൂട്ട് is rich in minerals, phosphorus, iron, calcium and have appreciable amount of pectin. Diuretic, refrigerant, laxative, diuretic, dysenteric വരെ കൊടുക്കാം. Next is perfume and flavoring agent. First one is peppermint oil. Peppermint oil പുതിന ആലോചിക്കുക. സോ മെന്തോൾ അല്ലെങ്കിൽ മെന്ത, ഒലിയം, പെപ്പറൈറ്റ, കോൾപെരിമിൻ, മെന്ത ഓയിൽ ഒക്കെ അതിന്റെ പല പല പേരുകളാണ്. The oil is obtained by steam distillation of the fresh flowering tops of the plant നിന്നാണ് നമ്മൾ എടുക്കുന്നത്. മെന്ത, പൈപ്പരീറ്റ belongs to the family Labiataceae. പെപ്പർമിന്റിനകത്ത് മെയിൻലി മെന്തോൾ ആണുള്ളത്. then menthofuran, jasmine, menthol, isovaleriate, methyl acetate, several other terpenes. L-limonene, isabgolin, സിനലോളിൻ, പെനിലിൻ, ക്യാംഫീൻ ഒക്കെ അതിനകത്തുണ്ടാവും. കാർബണേറ്റീവ് ആണ്, സ്റ്റിമുലന്റ് ആണ്, ഫ്ലേവറിംഗ് ഏജന്റ് ആണ്, മൈൽഡ് ആന്റിസെപ്റ്റിക്, സ്പാസ്മോലൈറ്റിക് ആൻഡ് സ്മൂത്ത് മസിൽ റിലാക്സന്റ് ആണ്. നെക്സ്റ്റ് വൺ ഇസ് ലെമൺ ഓയിൽ. കോർട്ടെക്സ് ലിമോണിസ്, ലെമൺ പീൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ സച്ച് പെരികാർപ്പ് ഓഫ് ദ ഫ്രൂട്ട് സിട്രസ് ലിമോണിസ്, റൂട്ടേസിയ എന്ന് പറയുന്ന ഫാമിലിന്നാണ് നമ്മൾ എടുക്കുന്നത്. ലെമൺ പീലിനകത്ത് വോളറ്റൈൽ ഓയിൽ ഉണ്ട്, വിച്ച് കണ്ടെയ്ൻ 2 to 4% വോളറ്റൈൽ ഓയിൽ ലെമൺ ഓയിൽ ഉണ്ട്. ഓക്കെ, സോ അതർ കോൺസ്റ്റിറ്റ്യൂവൻസ് എന്താണ്? ഹെസ്പെറിഡിൻ, പെക്റ്റിൻ, കാൽസ്യം ഓക്സലേറ്റ് ഒക്കെ ലെമൺ ഓയിൽ ഉണ്ട്. ഓക്കെ, ദെൻ കാർബണേറ്റിക്, സ്റ്റിമുലന്റ് ആൻഡ് ഫ്ലേവറിംഗ് ഏജന്റ്. പിന്നെ പ്രധാനമാണ് പെക്റ്റിന്റെയും വോളറ്റോയിലിന്റെയും എക്സ്ട്രാക്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. അത് ഓറഞ്ച് ഓയിലും ലെമൺ ഓയിലും രണ്ടും എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? Extraction of pectin and volatile oil. So the volatile of the drug contain limonene. Okay, lemon എന്ന് കിട്ടുന്നതാണ് limonene and citral. Okay, then next one is orange peel, orange cortex, citrus aurantiate എന്നാണ് കിട്ടുന്നത്. Both of these plant belongs to family Rutaceae. Volatile oil നകത്ത് limonene ഉണ്ട് and percentage of aldehyde chiefly citral അല്ലെങ്കിൽ citronellal ഉണ്ട്. Apart from the volatile oil, it also contains some other compounds, hesperidin, isohesperidin, neohesperidin, then vitamin C and pectin. ഇത്തരം സാധനങ്ങളും എവിടെയുണ്ട്? ഇത്തരം സാധനങ്ങൾ നമ്മുടെ ഓറഞ്ച് ഓയിൽ ഉണ്ട്. bitter orange peels are strong.
So it is a stomachic, aromatic and carbonative pharmaceutically ഒരു flavoring agent ആയിട്ടാണ് നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. Then we can also use it as a source of citral, B-ionin, and it can be prepared from beta-ionin. Vitamin A synthesis starting material ആയിട്ട് നമുക്ക് എന്തിനു ഉപയോഗിക്കാം? സാൻഡൽ ലെമൺ ഗ്രാസ് ഓയിൽ ഉപയോഗിക്കാം. ലെമൺ ഗ്രാസ് ഓയിൽ എന്താ? It is പുൽത്തൈലം. Okay, East Indian lemon grass oil, Indian melissa oil എന്നൊക്കെ lemon grass oil നെ പറയും. Graminae, belong to the family Graminae. So lemon grass oil ഒരു volatile oil ആണ്. Steam distillation of the plant Symphobogon flexus അല്ലെങ്കിൽ Symphobogon citralis എന്നാണ് ലെമൺ ഗ്രാസ് ഓയിൽ കിട്ടുന്നത്. ലെമൺ ഗ്രാസ് ഓയിലിൽ മെയിൻലി സിട്രാൽ ഉണ്ട് ആൻഡ് ദ അഡീഷൻ ടു മീഥൈൽ ഹെപ്റ്റനോൾ, നിറോൾ, സിട്രോനെല്ല, ഡൈപെന്റീൻ ആൻഡ് ജെറാനയോൾ flavoring agent in perfume, sources of citral from which beta ionin is prepared. Sandalwood എന്ന് പറഞ്ഞാൽ എന്താ? ഈ ചന്ദനം, ഈസ്റ്റ് ഇന്ത്യൻ സാൻഡൽവുഡ് ഓയിൽ എന്ന് അറിയപ്പെടുന്നത്. We can obtain it by distillation from heartwood of Santalum album. Santalum ആൽബത്തിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് സന്റാലേസി. അപ്പം സാൻഡൽവുഡ്, Santalum album, സന്റാലേസി ഒരുപാടുമില്ല. സന്റാലേസി ആവുമ്പോൾ ആൽഫ സാൻഡലോളും ബീറ്റ സാൻഡലോളും നമുക്ക് അതിനകത്ത് രണ്ട് സെസ്ക്വിട്രിപ്പിൻ ആൽക്കലോയിഡ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾസ് ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് ഓയിൽസ്, ആൽഫ സാൻഡലോളും ബീറ്റ സാൻഡലോളും. അഡീഷണലി ഈ ഓയിൽ ഇറ്റ് ഓൾസോ കണ്ടൻ ആൽഡിഹൈഡ് സാൻഡലോൾ, സാന്റനീൻ, സാന്റിനോൾ, ടെറിസാന്റനോൾ, സാന്റലോൺ ആൻഡ് സാന്റലീൻ. സോ സാന്റ റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ആലോചിക്കുക സാന്റലേസിയ ആണ് അതിന്റെ ഫാമിലി, സന്റാലം ആൽബം ആണ് അതിന്റെ ബയോളജിക്കൽ സോഴ്സ്. അതുകൊണ്ടാണ് സാൻഡൽവുഡ് ഓയിലിനകത്ത് ആൽഫ സാൻഡലോളും ബീറ്റ സാൻഡലോളും വന്നത്. സാൻഡൽവുഡ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്യൂറിയയ്ക്കായിരിക്കും ഉപയോഗിക്കുന്നത്. മിക്ചറേഷന്റെ ഫ്രീക്വൻസി കുറയ്ക്കാനും ബ്ലാഡർ ട്യൂബർകുലോസിസ് ട്രീറ്റ് ചെയ്യാനും ഒക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? സാൻഡൽവുഡ് ഓയിൽ ഉപയോഗിക്കുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് എ പെർഫ്യൂം, കോസ്മെറ്റിക്, ഇന്റൻസ് സ്റ്റിക്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് സാൻഡൽവുഡ് ഓയിൽ ആണ്. ഓക്കെ, സോ ഫസ്റ്റ് കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ പഠിച്ച ആ ഒരു പാർട്ട് കഴിഞ്ഞു. നെക്സ്റ്റ് ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച കുറച്ച് ഏജൻസ് ആണ്. അലോയ്ക്ക് പറയുന്ന രണ്ട് സിനോണിം ആണ് കുമാരി അല്ലെങ്കിൽ മുസാബാർ. ദേ ആർ ദ ഡ്രൈഡ് ജ്യൂസ് ഓഫ് ദ ലീവ്സ്. അലോ ബാർബാഡെൻസിസ് ഓൾസോ കോൾഡ് ആസ് ക്യൂറേക്കാവോ അലോ, അലോ പെരായി, സോക്കോട്രെയിൻ അലോ, അലോ ഫിറോക്സ്, അങ്ങനെ പല പല പേരുകളിൽ നമുക്ക് ആരെ അറിയാം? നമ്മുടെ അലോനെ അറിയാം അല്ലെ. സോ അലോ എന്ന് പറയുന്നത് ലാക്സേറ്റീവ് കാറ്റഗറിയിൽ വരുന്ന ഒരു ഏജന്റ് ആണ് അലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ അലോ കുമാരി ജ്യൂസ് ആണ് നമ്മൾ എടുക്കുന്നത്. അലോ ബാബാഡെൻസിസ്, അലോവേറ, അലോ ഫുറോക്സ് ഒക്കെയാണ് അതിന്റെ ഫാമിലി. ബിലോങ് ടു ദ ഫാമിലി ലില്ലിയേസിയെ. ഇതിനകത്ത് പ്രധാനമായിട്ടുള്ള ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യുവൻസ് ഏതൊക്കെയായിരുന്നു? അലോയിൻ, ബാർബാലോയിൻ, അലോ ഇമോഡിൻ. പർഗേറ്റീവ് ആക്ഷൻ ആണ് ആൻഡ് ഓൾസോ എ കോമ്പൗണ്ട് ഓഫ് ടിങ്കർ ഓഫ് ബെൻസോയിൻ, നാറ്റൽ അലോ, മൊച്ചെ അലോ, ബ്ലാക്ക് അറ്റേജു, പീസസ് ഓഫ് അയൺ ആൻഡ് സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, സോ അലോ കുമാരി അല്ലെങ്കിൽ മുസാബാർ, dried juice of the leaf of Aloe barbadensis known as Curacao aloe, അല്ലെങ്കിൽ Aloe perai known as Socotrain aloe, Aloe ferox known as Aloe spicata, known as Cape aloe, Aloe african known as Zanzibar. So Liliaceae ആണ് അതിന്റെ ഫാമിലി. മേജർ സോഴ്സ് എന്ന് പറയുന്നത് ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്സ് ആണ്. ആൻഡ് ദീസ് ഈ ഗ്ലൈക്കോസൈഡ്സ് ആൻഡ് റെസിൻസ് അലോയിൻ മിക്സ്ചേഴ്സ് എന്നൊക്കെ പറയുന്നത് മേജർ കോൺസ്റ്റിറ്റ്യുവന്റ് ആണ്. അലോയസിൻ is having purgative action, aloctone is having
ആക്ഷൻ ഓൺ ദ സ്കിൻ, ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതർ ഇൻഗ്രീഡിയൻസ് ആണ് ഐസോ ബാർബാലോയിൻ, ബീറ്റ ബാർബാലോയിൻ ആൻഡ് അല ഇമോഡിൻ. പർഗേറ്റീവ് ആണ്, മോയ്സ്ചറൈസർ ആയിട്ട് ബേൺസിനൊക്കെ നമ്മൾ ഉപയോഗിക്കും. വൂൺസ് ഹീൽ ചെയ്യാനും ആന്റി റിങ്കിൾ പ്രോപ്പർട്ടിക്കും ഒക്കെ നമ്മൾ ആരെ ഉപയോഗിക്കാറുണ്ട്? അലോയിനെ ഉപയോഗിക്കാറുണ്ട്. കെമിക്കൽ ടെസ്റ്റ് എന്താണ്? 1 gram ഓഫ് അലോ പൗഡർ എന്ന് പറയുന്നത് 10 ml വാട്ടറിൽ ബോയിൽ ചെയ്യുക. ആ ഫിൽട്രേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ഫിൽട്രേറ്റ് എടുക്കുന്നു, ബ്രോമിൻ ടെസ്റ്റ് ചെയ്യുന്നതും. ഓക്കെ, അല്ലെങ്കിൽ സ്ക്രോട്ടൻഡൻസ് റിയാക്ഷൻ ചെയ്യാം. ഏറ്റവും ആദ്യം ബ്രോമിൻ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഫിൽട്രേറ്റ് എടുക്കുന്നു, ബ്രോമിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുന്നു, പെയിൽ യെല്ലോ കളർ വരികയാണ് എങ്കിൽ ടെട്രാ ബ്രൊമൈന്റെ പ്രസൻസ് കാണിക്കുന്നു എന്നാണ് അർത്ഥം. ഓക്കെ, next one is Scott-Tennant reaction. Scott-Tennant reaction എന്താ സംഭവിക്കുന്നത്? അവിടെ ബൊറാക്സ് ടെസ്റ്റ് ആണ് ചെയ്യുന്നത്. ബൊറാക്സും ഫിൽട്രേറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു, വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുന്നു, ഗ്രീൻ ഫ്ലൂറസെൻസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ് ഈസ് വാട്ട്? ഇറ്റ് ഈസ് കോൾഡ് ആസ് അലോവേറ. അലോവേറ പ്രസൻസ് ആണ് കാണിക്കുന്നത്. പിന്നെ നമ്മുടെ ആന്ത്രാക്രിനോൺ ഗ്ലൈക്കോസൈഡ്സ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അപ്പം ബോൺഡ്രാഗേഴ്സ് ടെസ്റ്റും മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സ് ടെസ്റ്റും ഇത് പോസിറ്റീവ് ആയിരിക്കും. സോ നമ്മുടെ സൊല്യൂഷനകത്തേക്ക് HCl ആഡ് ചെയ്യുക, എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കുക, അതിലേക്ക് അമോണിയ ആഡ് ചെയ്യുക, ഒരു പിങ്ക് ടു ചെറിയ റെഡ് കളർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് അലോ ആണ്. പിന്നെയുള്ള നൈട്രസ് ആസിഡ് ടെസ്റ്റ്. അപ്പൊ സോഡിയം നൈട്രേറ്റിനെ അസിറ്റിക് ആസിഡുമായിട്ട് മിക്സ് ചെയ്യുക. ഓരോ ടൈപ്പ് അലോയ്ക്കും ഓരോ കളർ ആയിരിക്കും തരുന്നത്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ അന്ന്, യുറേക്കാവോ അലോ ആണെങ്കിൽ ഷാർപ്പ് പിങ്ക്, കാപ്പെ അലോ ആണെങ്കിൽ കളർ കുറച്ചും കൂടെ കുറഞ്ഞു പിങ്ക് കളർ, സോക്കോഡ്രൈനും സാൻസിബാറും ആണെങ്കിൽ കളറേ ഇല്ല, ഒരു ചേഞ്ചും ഇല്ല. അപ്പൊ ആ ഒരു ഓർഡർ പഠിക്കുക. യുറേക്കാവോ, കാപ്പോ, സോക്കോഡ്രൈൻ, സാൻസിബാർ, എന്നിട്ട് അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. കളർ പഠിക്കുക, താഴേക്ക് വരുമ്പോൾ പെയിൽ ആയിരിക്കും. നെക്സ്റ്റ് നൈട്രിക് ആസിഡ് ടെസ്റ്റ്. സൊല്യൂഷനിലേക്ക് നൈട്രിക് ആസിഡ് ആഡ് ചെയ്യുക. കുറേക്കാവോ ആണെങ്കിൽ ഡീപ്പ് ബ്രൗൺ, കാപ്പയാലോ ആണെങ്കിൽ ബ്രൗൺ ടു ഗ്രീൻ, സോക്കോട്രൈനും പെയിലും ആണെങ്കിൽ ഒരു പെയിൽ യെല്ലോ കളർ ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് കുപ്രായിൻ ടെസ്റ്റ്. കുപ്രോയിൻ അല്ലെങ്കിൽ കുപ്രാലോയിൻ എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ മനസ്സിൽ വരണം. കുപ്രാലോയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കോപ്പർ സൾഫേറ്റ് ആഡ് ചെയ്യുന്നുണ്ട്. കോപ്പർ സൾഫേറ്റും NaCl അതേപോലെ ആൽക്കഹോളും ആഡ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ആണ്. വൈൻ റെഡ് കളർ കിട്ടിയ കുറേക്കാവോ അലോ ആൻഡ് സാൻസിബാർ അലോയിലേക്ക് വരുമ്പോൾ ഒരു കളർ ചേഞ്ചും ഇല്ല. നാഗ്ലാലോ, മൊച്ചയാലോ, ബ്ലാക്ക് അറ്റേജു, പീസസ് ഓഫ് അയൺ ആൻഡ് സ്റ്റോൺ ഒക്കെയാണ് അതിന്റെ എന്താ സബ്സ്റ്റിറ്റ്യൂട്ട്. നെക്സ്റ്റ് വൺ ഇസ് റുബാർബ്, റൂം അല്ലെങ്കിൽ റവാഞ്ചിനി. സോ റുബാർബ് എന്ന് പറയുന്നത് എന്താണ്? ദീസ് ആർ ഡ്രൈഡ് റൈസോം ഓഫ് റൂം എമോഡി അല്ലെങ്കിൽ റൂം. റുബാർബിനകത്ത് എന്താണുള്ളത്? ആന്ത്രാക്വിനോളിൻ ഗ്ലൈക്കോസൈഡ്സ് അല്ലെങ്കിൽ ആസ്ട്രീജൻ പ്രിൻസിപ്പിൾസ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. ബിറ്റർ സ്റ്റൊമക്കിക് ആണ്, ട്രീറ്റ്മെന്റ് ഓഫ് ഡയറിയ. മോഡിഫൈഡ് ബോൺഡ്രാഗേഴ്സിനകത്ത് അത് റെഡ് കളർ തരും. റെഡ് ടു ഒരു പിങ്ക് കളർ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? കണ്ടിൻ ആന്ത്രാക്വിനോൺ ഗ്ലൈക്കോസൈഡ്, അപ്പൊ പോസിറ്റീവ് ആയിരിക്കും. സോ റുബാർബിന്റെ സിനോണിം ആണ് റൂം ഇമോഡി, ഇന്ത്യൻ റുബാർബ്. ആൻഡ് എവിടുന്ന കിട്ടുന്നത്? ഡ്രൈഡ് റൈസോം ഓഫ് റൂം എമോഡി, റൂം പാൽമറ്റം ആൻഡ് റൂം വെബിയാന. ബിലോങ്സ് ടു ദ ഫാമിലി പോളിഗോണേസിയേ. റീൻ, ഗ്ലൂക്കോറൈൻ ഇമോഡിൻ, അലോ ഇമോഡിൻ, ക്രൈസോഫോൾ, ദെൻ സൈക്കോൾ ഒക്കെ അതിന്റെ പല പല examples ആണ്. Next one is castor oil, also called as resinous oil. So castor oil അല്ലെങ്കിൽ resinous oil എന്നൊക്കെ സിനോണിമിൽ നമ്മൾ അറിയപ്പെടുന്നത് ഫിക്സ്ഡ് ഓയിൽ ആണ്. Obtained by cold expression of the seeds, resinous communis. Okay, so നമ്മൾ castor oil resinous oil എന്ന് അറിയപ്പെടുന്നത് പഠിക്കണം. അപ്പൊ resinous communis എന്നുള്ളത് എളുപ്പത്തിൽ പഠിക്കാം. Belongs to family Ruforaceae. Resinolic acid laxative property ഉണ്ട്. Okay, so isoresinolic acidum, stearic acidum, linoleic acidum, castor oils ഒക്കെ ഉണ്ട്, which contain vitamin F and heptaldehyde. Okay, so catalytic abortifacient action ഒക്കെ ഉണ്ട്. purgative action ഉണ്ടെന്ന് നമുക്ക് അറിയാമല്ലോ അല്ലെ? So ഒരു abortifacient action ഉണ്ട്. Paste of resinolic acid is used as a contraceptive cream അല്ലെങ്കിൽ jelly. Atropine, cocaine ഒക്കെ ophthalmic purpose നമുക്ക് ഉപയോഗിക്കാം. Emollient in the preparation of lipstick, cosmetic preparations for perfumes of oil and hair fixers. അടുത്ത ഇസബ്ഗുള. ഇസബ്ഗുള എന്താണ്? ഇന്ത്യൻ സൈലം അല്ലെങ്കിൽ ഇസബ്ഗോൾ എന്നാണ് അറിയപ്പെടുന്നത്. ബിലോങ്സ് ടു ഡ്രൈഡ് സീഡ്സ് ഓഫ് ദ പ്ലാന്റ് പ്ലാന്റാഗോ ഒവേറ്റ.
പ്ലാന്റാഗോ ഇൻഡിക്ക, പ്ലാന്റാഗോ ആഫ്ര അല്ലെങ്കിൽ ഫോക്സ്കാൽ എന്നൊക്കെ അറിയപ്പെടും. പ്ലാന്റാഗോ ഒവേറ്റയുടെ ഫാമിലി എന്നാണ് പ്ലാന്റാജിനേസിയെ. കാർബോഹൈഡ്രേറ്റ് ഡ്രഗ് ആണ്, മ്യൂസിലേജ് ആണ്. സോ സിംഗിളുടെ ആക്ഷൻ എന്തൊക്കെയാണ്? ലാക്സേറ്റീവ് ആക്ഷൻ ഉണ്ട് എന്തായാലും. then ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ കൊടുക്കാം, അമീബിക് ബാസിലറി ഡിസെൻട്രിക്ക് കൊടുക്കാം, എമോളിയന്റ് ആയിട്ട് കൊടുക്കാം. then ഐസ്ക്രീം ഇൻഡസ്ട്രിയിൽ സ്റ്റെബിലൈസർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. റൊമാറ്റിക് പെയിനിൽ പോൾട്രൈസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. പോൾട്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പൊടി പോലെ നനവോട് കൂടിയുള്ള ഒരു പൊടിനെയാണ് നമ്മൾ തവിട് എന്നൊക്കെ പറയുന്നത്, അതാണ് പോൾട്രൈസ്. Then Isabella swelling factor test. Mucilage is highly soluble in water and forms a thick viscous gel when mixed with it. So water ആയിട്ട് മിക്സ് ചെയ്യുമ്പോൾ അതൊരു ജെല്ലായിട്ട് മാറുന്നതായിട്ട് കാണാം. then അത് അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനെ Isabella ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാം. then റുദീനിയം റെഡ് ആയിട്ടുള്ള ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ റുദീനിയം റെഡുമായിട്ട് മിക്സ് ചെയ്യണമെങ്കിൽ റെഡ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും, ഇൻഡിക്കേറ്റിംഗ് ദ പ്രസൻസ് ഓഫ് Isabella. നെക്സ്റ്റ് is സെന്ന. സെന്ന തന്നെ എത്ര തരം ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലെ? ഫോളിയ സെന്ന, തിരുനെൽവേലി സെന്ന, അലക്സാൻഡ്രിയൻ സെന്ന, അങ്ങനെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സെന്നയുണ്ട്. ലീഫ്ലെറ്റ് ആണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അക്കേഷ്യ അക്യൂട്ടിഫോളിയ ആൻഡ് അക്കേഷ്യ അംഗുസ്റ്റിഫോളിയ നമ്മളെന്ന് പറഞ്ഞിട്ടുണ്ട്. അക്കേഷ്യ അക്യൂട്ടിഫോളിയ ഈസ് അലക്സാൻഡ്രിയൻ സെന്ന ആൻഡ് അംഗുസ്റ്റിഫോളിയ ഈസ് ഇന്ത്യൻ സെന്ന, ബിലോങ്സ് ടു ഫാമിലി ലെഗുമിനോസിയെ. ആന്ത്രാസിൻ, ഗ്ലൈഫോസൈഡ്, സെന്നോസൈഡ് എയും ബിയും ഉണ്ട്. അതാണ് പർഗേറ്റീവ് ആക്ടിവിറ്റിക്ക് കാര്യം. ഗ്രിപ്പിംഗ് ഒരു ഇഫക്റ്റ് സെന്ന ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യം ഇമോഡിൻ ആണ്. ഓക്കെ, ഇമോഡിൻ ഈസ് എ റീസൺ ഫോർ ഗ്രിപ്പിംഗ് ഇഫക്റ്റ്. പർഗേറ്റീവ്, ലാക്സേറ്റീവ്, കഥാറ്റിക് പ്രോപ്പർട്ടി. ബോൺഡ്രാഗേഴ്സ് ടെസ്റ്റ് എന്ത് ചെയ്യും? ഡയറക്ട് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ബോയിൽ ചെയ്യുന്നു, ഫിൽട്ടർ ചെയ്യുന്നു, ബെൻസീൻ ആഡ് ചെയ്യുന്നു, അമോണിയ ആഡ് ചെയ്യുന്നു, ഒരു ഡാർക്ക് പിങ്ക് ടു റെഡ് കളർ കിട്ടിയാൽ അത് പോസിറ്റീവ് ആവും. ആന്ത്രാക്നോണിനുണ്ടോ ലൈറ്റ് പിങ്ക് ടു ഒരു പോസിറ്റീവ് കളർ തരും. സോ അഡൾട്രേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക തിരുനെൽവേലി സെന്ന ഈസ് യൂഷ്വലി അഡൾട്രേറ്റഡ് വിത്ത് ഡോഗ് സെന്ന, പാൽറ്റെ സെന്ന, മെക്ക അല്ലെങ്കിൽ അറേബ്യൻ സെന്ന. ഓക്കെ, സോ പുതിയ ഒരു ഇത് പഠിക്കാൻ പോവാണ്, കാർഡിയോടോണിക്. കാർഡിയോടോണിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? കാർഡിയോടോണിക് ഹൃദയത്തിന്റെ ഹാർട്ട് റേറ്റ് കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് രണ്ട് ഏജന്റാ ഉള്ളത്, ഡിജിറ്റാലിസ് ആൻഡ് അർജുന. ഡിജിറ്റാലിസിന്റെ മറ്റൊരു പേരാണ് ഫോക്സ് ഗ്ലോവ് ലീവ്സ്. ഓക്കെ, സോ ഫോക്സ് ഗ്ലോവ് ലീവ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റാലിസ് പെർപ്യൂരിയ, ഡിജിറ്റാലിസ് റനാറ്റ, വൂളി ഫോക്സ്, then belongs to family Scrophulariaceae. Okay, belongs to family Scrophulariaceae. ഒരു മിനിറ്റ്. So Scrophulariaceae, dry at a temperature below 60 degrees Celsius. ഓക്കെ, സോ നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് പറയണം. ഡിജിറ്റാലിസിനകത്ത് പ്രധാനമായിട്ടും പറയണം, കാരണം കാർഡിയോ സ്റ്റിമുലന്റ് ആയിട്ട് ഉപയോഗിക്കുന്ന ഏജന്റ് ആണ് അല്ലെ. സോ ഡിജിറ്റാലിസിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആണ് പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇറ്റ് കണ്ടെയ്ൻ cardinolites. Okay, cardinolites 0.2 to 0.45% cardinolites and primary glycosides purpurea glycoside A, purpurea glycoside B and glucodigitaloxin and സെക്കൻഡറി ഗ്ലൈക്കോസൈഡ് ആയിട്ടുള്ള ഡിജിറ്റോക്സിൻ, ഡിജിറ്റാലിൻ ഉണ്ട്. ഓക്കെ, എവിടെയൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിഗോക്സിൻ ഉപയോഗിക്കുക? കൺജസ്റ്റീവ് കാർഡിയാക് ഫെയിലിയർ, വെൻട്രിക്കുലർ റേറ്റ് കുറയുന്ന സാഹചര്യം, ഏട്രിയൽ ഫിബ്രിലേഷൻ, ഏട്രിയൽ ഫ്ലട്ടർ, സുപ്രാ വെൻട്രിക്കുലർ ടക്കികാർഡിയ, പ്രിമച്വർ എക്സ്ട്രാസിസ്റ്റോൾ. ഓക്കെ, സോ അനമോസൈറ്റിക് സ്റ്റൊമേറ്റ ഉള്ളതാണ് അതിനൊരു പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. ദെൻ ട്രൈകോംസിന്റെ പ്രത്യേകത എന്താണ്? യൂണിസെറിയേറ്റ് ആണ്, മൾട്ടിസെൽ ആണ്, ബ്ലണ്ടി പോയിന്റഡ്. അത് ഏതിന്റെയാണ്? ഡിജിറ്റാലിസിനാണ് പോയിന്റഡ് ആയിട്ടുള്ള ട്രൈകോംസ്. കെല്ലർ-കില്ലിയാനി ടെസ്റ്റിനകത്തും ലീഗൽ ടെസ്റ്റിനകത്തും ബാഡ്ജർ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? ദീസ് ആർ കാർഡിയാക് ഗ്ലൈക്കോസൈഡ്സ്. ദെൻ അലി ഡ്രഗ്സ് ആരെയൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യാം? ഡിജിറ്റാലിസ് റനാറ്റ, സോഴ്സ് ഓഫ് ഡികോക്സിൻ, നോൺ ആസ് വൂളി ഫോക്സ് ഗ്ലോവ് ലീവ്സ്. ഓസ്ട്രേലിയൻ ഡിജിറ്റാലിസ് എന്നറിയപ്പെടുന്നത് എന്താണ്? ഓസ്ട്രേലിയൻ ഡിജിറ്റാലിസ് എന്നറിയപ്പെടുന്നത് ഡിജിറ്റാലിസ് താപ്സി, സ്പാനിഷ് ഫോക്സ് ഫ്ലോ, ഡിജിറ്റാലിസ് ലൂട്ടിയ, സ്ട്രോ ഫോക്സ് ഫ്ലോ. നമുക്ക് ആ ഒരു പേരുകളും കൂടെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് ഉണ്ട്. ഓക്കെ, സോ പലതരത്തിലുള്ള ഫോക്സ് ഫ്ലോ നമ്മൾ പഠിച്ചു. സോ തിരുനെൽവേലി സെന്ന യൂഷ്വലി അഡൾട്രേറ്റ് ചെയ്ത് ഡോഗ് സെന്ന ഉപയോഗിച്ചിട്ടാണ്. ഡോഗ് സെന്നയുടെ മറ്റൊരു പേരുമാണ് സി ഒബോവേട്ട. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് പാൽറ്റെ സെന്ന, ദാറ്റ് ഈസ് C auriculata.
ഓക്കെ ദെൻ മെക്ക അല്ലെങ്കിൽ സോറി ഐ എം ടെലിംഗ് അബൌട്ട് സെന സോറി ഞാൻ പറയുന്നത് ഇതിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഡിജിറ്റാലിസിനെ പറ്റിയാണ് സോറി സോ ഡിജിറ്റാലിസ് ലനാറ്റ ആണ് ഡിഗോക്സിന്റെ സോഴ്സ് നമുക്ക് വേണ്ടുന്ന സാധനം ഏതാ ഡിജിറ്റോക്സിനാ അല്ലെ നമുക്ക് വേണ്ടത് സോ ഡിജിറ്റാലിസിനകത്ത് നമ്മൾ എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് മുല്ലീനൊക്കെ വെച്ച് റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഡിജിറ്റാലിസിനകത്ത് കിട്ടാൻ സാധ്യതയുള്ള ഇത്തരം ഡ്രഗുകൾ ഉപയോഗിച്ചിട്ടാണ് ഡിജിറ്റാലിസ് ലനാറ്റ സോഴ്സ് ഓഫ് ഡിഗോക്സിൻ ആണ് മൂളി ഫോക്സ്ക്ലവ് എന്നറിയും ഓസ്ട്രേലിയ ഡിജിറ്റാലിസ് താപ്സി അതിന് സ്പാനിഷ് ഫോക്സ്ക്ലവ് എന്നും ലൂട്ടിയന് സ്ട്രോ ഫോക്സ്ക്ലവ് എന്നും അറിയപ്പെടും ഡിഫറെന്റ് ടൈപ്പ് ഓഫ് അഡൾട്രൻസ് ഉണ്ട് നെറ്റിൽ പ്ലോമാൻ എലിക്യാപ്റ്റൈൻ പ്രൈം റോസ് കോംഫി ഒക്കെ ഉണ്ട് നെക്സ്റ്റ് ഈസ് അർജുനയുടെ ബാർക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇറ്റ് ഈസ് ദ ഡ്രൈഡ് സ്റ്റെം ബാർക്ക് ഓഫ് പ്ലാൻ ടെർമിനാലിയ അർജുന എന്നുള്ള ഒരു ഏജന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ബിലോങ്സ് ദ ഫാമിലി കോംബ്രിറ്റേസിയെ ഹൈഡ്രോലൈസബിളും കണ്ടൻസ്ഡും ആയിട്ടുള്ള ടാനിൻസ് ഉണ്ട് ട്രൈടെർപിനോയിഡ് സാപ്പോണിൻസ് അർജുനോളിക് ആസിഡ് അർജുനിക് ആസിഡ് അർജുനെനിൻ ഒക്കെ അതിനകത്തുണ്ട് കാർഡിയോട്ടോണിക് ഫെബ്രിഫൂഗൽ ആന്റി ഡിസെൻട്രിക് ഡയൂററ്റിക് ടോണിക് പ്രോപ്പർട്ടീസ് അർജുനയ്ക്ക് ഉണ്ട് അഡൾട്രന്റ് എന്ന ടെർമിനാലിയ ടോമെൻറ്റോസ ആണ് അർജുനയുടെ എന്ത് അഡൾട്ടറന്റ് ഓക്കെ സോ നെക്സ്റ്റ് കാർബണേറ്റീവ് ആണ് അത് കുറച്ച് കൂടുതലുണ്ട് സോ ഇത്രയും വരെ പഠിപ്പിച്ചത് നല്ല കൃത്യമായിട്ട് പഠിക്കാൻ ഒരു 2 ദിവസം കൂടെ എടുത്ത് നമുക്ക് തീർക്കാനായിട്ട് സാധിക്കും ഓക്കെ താങ്ക് യു